കാണാതായ ഗൗതം കൃഷ്ണയുടെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തിയിട്ടുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾക്കൊപ്പം വിവരങ്ങളുമായി രാജ്കുമാർ കൂടി ചേരും. നമുക്കറിയാം 11ാം നാളാണ് മന്ത്രിമാരുമൊക്കെ ഇവിടേക്ക് എത്തുന്നത്. ഷിബു ബേബി ജോണും മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ട്. മാത്രമല്ല ഇപ്പോൾ വിഴിഞ്ഞത്ത് തന്നെ ജോണിൻ്റെ മകൾ മുഖ്യമന്ത്രിയുടെ തീരദേശത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രതികരണത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലം കൂടി പരിഗണിക്കണം. ഗൗതം കൃഷ്ണയ്ക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ്. സ്കൂബ ഡൈവേഴ്സിൻ്റെയും ഡ്രോണിൻ്റെയും സഹായത്തോടു കൂടി കൂടുതൽ ആഴത്തിലുള്ള പരിശോധനകളാണ് ഒരു വശത്ത് പുരോഗമിക്കുന്നത്. ഇന്നിപ്പോൾ 11ാം ദിവസം എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയും ഒപ്പം ഷിബു ബേബി ജോണും ഉണ്ട്. ഗൗതം കൃഷ്ണയുടെ വീട്ടിലാണ്. അമ്മ രേഷ്മയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വിവരങ്ങളുമായി രാജ്കുമാർ കൂടി ചേരുന്നു. രാജ്കുമാർ, മുഖ്യമന്ത്രിയും മന്ത്രി ഷിബു ബേബി ജോണും ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ. രാജ്കുമാർ, ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ മുഖ്യമന്ത്രിയും മന്ത്രി ഷിബു ബേബി ജോണും എത്തി കുടുംബവുമായി സംസാരിക്കുകയാണ്, പ്രത്യേകിച്ച് അമ്മ രേഷ്മയുമായി, അല്ലേ? അതെ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അതുപോലെ മന്ത്രി ഷിബു ബേബി ജോൺ എന്നിവരാണ് ഇപ്പോൾ ഒരുമിച്ച് ഇവിടെ എത്തിയത്. അവര് കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയുടെ അമ്മ രേഷ്മയുമായി സംസാരിക്കുന്നു. ഇവര് നേരത്തെ തന്നെ ഈ കുടുംബത്തിന് അർഹമായ എല്ലാ സഹായങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഇവർ പ്രഖ്യാപിച്ചിരുന്നു. ഇതേ സമയം തന്നെ ഈ രേഷ്മയുടെ കടുത്ത പ്രതിഷേധത്തിലാണ് ഏറ്റവും ഒടുവിൽ സർക്കാർ സംവിധാനങ്ങൾ വളരുന്നതും എല്ലാ സ്ഥലത്തും ഇപ്പോൾ കേരളത്തിലെ 3 മത്സ്യത്തൊഴിലാളികളെ കാണാതായി. ഈ 3 സ്ഥലത്തും ഇപ്പോൾ വലിയ പരിശോധനകൾ നടത്തുന്നത്. നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കേന്ദ്ര സേനകളുടെ സഹായത്തോടുകൂടിയുള്ള പരിശോധന അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടക്കും. പക്ഷെ അത് വൈകിപ്പോയി എന്നൊരു പരാതി ഇന്നലെ രേഷ്മ ഉന്നയിച്ചിരുന്നു. ഇത് ആ കാണാതായതിന്റെ പിറ്റേന്നോ അല്ലെങ്കിൽ അന്ന് തന്നെ ഇത് തുടങ്ങിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജീവൻ തന്നെ രക്ഷിക്കാമായിരുന്നു. ഈ 3 പേരിൽ ആരെങ്കിലും ഒരാളെങ്കിലും കിട്ടുമായിരുന്നു എന്ന് അമ്മ രേഷ്മ തന്നെ അവര് ഇന്നലെ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ഒരമ്മയെ സംബന്ധിച്ച് ഈ രേഷ്മയെ സംബന്ധിച്ച് അവരുടെ അച്ഛനെ നഷ്ടപ്പെട്ടു, ഭർത്താവിനെ നഷ്ടപ്പെട്ടു, മകനെയും നഷ്ടപ്പെട്ടു. ഒരു കുടുംബത്തിലെ 3 ആൺതരികളാണ് കുടുംബത്തിന് ഇല്ലാതായത്. ആ ഒരു ദുഃഖത്തിലാണ് അവർ താങ്ങാൻ കഴിയാതെ കാണാതായ 6ാമത്തെ ദിവസം പ്രതിഷേധവുമായി അവർ കൊല്ലം നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് കുത്തിയിരിക്കേണ്ടി വന്നത്. ആ ഒരു സമരത്തിനൊടുവിലാണ് ഇതിന്റെ ഈ മുഴുവനും പരിശോധനകളെല്ലാം സജ്ജമായതും ഒരു കൃത്യതയോടുകൂടി പരിശോധിക്കാൻ തീരുമാനിച്ചതും സെർച്ച് ഊർജ്ജസ്വലമായി നടക്കാനും ഇടയാക്കിയത്. അല്ലായിരുന്നുവെങ്കിൽ വീണ്ടും ഇത് എപ്പോഴെങ്കിലും മൃതദേഹം കിട്ടട്ടെ എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് എത്തുമായിരുന്നു. തീർച്ചയായും അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇത് ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ഉള്ള പോലീസുകാരുടെ പ്രതികരണങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണങ്ങളൊക്കെ വലിയ വിമർശനത്തിന് പാത്രീഭൂതമായതാണ്. ഒപ്പം മുഖ്യമന്ത്രിയുടെയും പല ഘട്ടങ്ങളിലുമുള്ള തീരദേശത്തെക്കുറിച്ചുള്ള പ്രതികരണവും അവഹേളനമായാണ് തീരദേശവാസികൾ കാണുന്നത്. മാത്രമല്ല അത് ജോണിൻ്റെ മകൾ വിഴിഞ്ഞത്തത് പ്രതികരിക്കുകയും ചെയ്തു അല്പം മുമ്പ്. എന്തായാലും ഇപ്പോൾ മന്ത്രി എത്തി. ഇന്നും വൈകിട്ട് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാസ്റ്റർ അവിടെ എത്തുന്നുണ്ട്, അല്ലേ രാജ്കുമാർ? രാവിലെ 9:30 അദ്ദേഹം എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പക്ഷെ അദ്ദേഹത്തിന് ആ സമയത്ത് ഇവിടെ എത്താൻ കഴിയാത്തതിനാൽ അത് 4 മണിയിലേക്ക് മാറ്റുകയായിരുന്നു. അദ്ദേഹവും ഇവിടെ ജില്ലാ സെക്രട്ടറിയോടൊപ്പം എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഈ കുടുംബത്തെയും അറിയിച്ചിട്ടുണ്ട്. കാര്യം ഇതിൽ തുടക്കം മുതൽ തന്നെ മത്സ്യത്തൊഴിലാളി യൂണിയൻ, CITU അതുപോലെ DYFI ഈ 2 സംഘടനകളും വളരെ കൃത്യമായി തന്നെ ഈ രേഷ്മയുടെ സമരത്തിന് പിന്തുണയുമായി അന്ന് നീണ്ടകര പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. അതിന്റെ തൊട്ടടുത്ത ദിവസം മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU മറൈൻ എൻഫോഴ്സ്മെന്റ് ഓഫീസിലേക്ക് മാർച്ചും പ്രതിഷേധ ധർണ നടത്തി. അതേസമയം DYFI ഉച്ചയ്ക്ക് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. മാത്രമല്ല ഇതിൽ ഒരു അന്വേഷണം പുരോഗതിയില്ലെങ്കിൽ അല്ലെങ്കിൽ അന്വേഷണം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ മന്ത്രിമാരെ വഴിയിൽ തടയുന്ന സമരത്തിലേക്ക് പോകുമെന്നും DYFI മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ പരിശോധന നടക്കുന്നു. ഇന്നും സെർച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയും തുടരുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ സർക്കാർ സഹായം എന്തൊക്കെയാണ്, ഈ കുടുംബത്തെ എങ്ങനെ സംരക്ഷിക്കാനാവും? ഒരു സർക്കാർ ജോലി ഈ കുടുംബത്തിലെ ഏറ്റവും ഗൗതം കൃഷ്ണയുടെ സഹോദരന് സർക്കാർ ജോലി നൽകണമെന്നൊരാവശ്യം ഈ മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU അതേപോലെ തന്നെ ധീവരസഭയുമൊക്കെ കുടുംബവും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഇനി അനുഭാവപൂർവമായ ഒരു പരിഗണന സർക്കാർ നൽകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്.